matchless name of our Lord and Savior, Jesus Christ. A beautiful day God has given us. The senior pastor of the church, Reverend Sam Kutichayan, and family. I had a wonderful time in their house. Nalla bhashanam kitti, especially the potato and spinach curry. It was wonderful, sir. Wonderful. Pastor Ajit and family, Pastor Bibin and family, and yesterday I had a wonderful time with Shibuchan and family. It was a wonderful time, and thank you for everybody for giving me this wonderful opportunity to be in your presence. Thank you. Turn with me to 2 Kings 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 18-ാം വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 18-ാം വാക്യം. So the horseman went to meet him and said, "Thus says the king, is it peace?" And Jehu said, "What have you to do with peace? Turn around and follow me." ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇത് അങ്ങയുടെ വചനം, അങ്ങയുടെ പരിശുദ്ധാത്മാ മുഖാന്തരം എഴുതിയ ഈ വചനം മുഖാന്തരം ദൈവമേ ഞങ്ങളോട് സംസാരിക്കണം. ദൈവമേ, അങ്ങയുടെ ദാസൻ്റെ വാക്കുകൾ പ്രവചന വാക്കുകളാക്കി മാറ്റണം. രോഗികളെ സൗഖ്യമാക്കണം. തകർന്ന ഹൃദയത്തിലുള്ള ആരാണോ ദൈവമേ അവരെ ബലപ്പെടുത്തണം. എല്ലാം അങ്ങയുടെ നാമം മാത്രം മഹത്വത്തിന് വേണ്ടി യേശു നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ. ആ വാക്കൊന്ന് വീണ്ടും വായിക്കാം. 2 Kings chapter 9 verse 18. മലയാളത്തിലൊന്ന് വായിക്കാമോ? ആരാണ് ഈ യേഹു? Who is this Jehu? What God wants to talk to us from these particular words. ഈ വചനം മുഖാന്തരം we will be concentrating on the topic called anointing. അഭിഷേകം. ആ വിഷയത്തിൽ നിന്ന് ആയിരിക്കും നമ്മൾ ഈ സമയം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. What is the benefit of anointing? What are the blessings we get and receive when we are anointed? What are our responsibility when we are anointed? ഈ ചില വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഈ പർട്ടിക്കുലർ മെസ്സേജ് മുന്നോട്ട് പോവുക. ഇവിടെ യേഹു, who is this gentleman called Yehu? നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ 6ാമത്തെ രാജാവ് the king Omri, the 6th king of Israel. King Omri രണ്ട് മക്കൾ ആഹാബ് and നിംഷി. ഓമ്രിയുടെ കാലഘട്ടം കഴിഞ്ഞ് കിങ്ഡം ഗോസ് ടു കിങ് ആഹാബ്. അപ്പനാണ് ഈ അപ്പന് രണ്ട് മക്കള് ആഹാബ് നിംഷി. രണ്ട് മക്കള് ഒരു മകനെയാണ് കിങ്ഡം മൊത്തം കൊടുത്തത്. മറ്റേ മകനെ ഒന്നും കിട്ടിയിട്ടില്ല. ഏത് മക്കളാണെങ്കിലും ഞാൻ പറയട്ടെ, ഈ പ്രായത്തിൽ ഞാനാണെങ്കിൽ പോലും എൻ്റെ അപ്പൻ എനിക്കൊരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർക്ക് ഒരു മുട്ടായി എനിക്ക് തരാതെ അവൾക്ക് കൊടുത്ത് എനിക്ക് അപ്പനോട് ഒരു പിണക്കല്ല, ഒരു എന്ത് സംതിങ് പ്രോബ്ലം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഹ്യൂമൻ നേച്ചറാണ്. ഈ നിംഷിക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ പറയാൻ ഒക്കൂല. നിംഷി would have also gone through that problem. Why got this injustice? ഈ ഇൻജസ്റ്റിസ് എന്തിനാ ദൈവമേ എന്നോട്? ഞാനൊരു മകനല്ലേ, ഞാനൊരു അപ്പൻ്റെ മകനല്ലേ, എനിക്ക് വേണ്ടി ആരെ സംസാരിക്കും? ദൈവമേ, why I have to go through this injustice? ചിലപ്പം ഈ വിഷയം ഇവിടെ ഇരിക്കുന്ന ചിലവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. പല വിഷയത്തിൽ ദൈവമേ എന്തിനാ ഞാൻ ഇൻജസ്റ്റിസിൽ പോണം? എത്ര നാൾ ഞാൻ ഈ ഇൻജസ്റ്റിസ് ഞാൻ സഹിക്കണം? ഞാനൊരു അപ്പൻ്റെ മകനാ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഈ പകൽ സമയം നിങ്ങളോട് സംസാരിക്കുന്നു. ഇവിടെ നിംഷിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. പക്ഷെ നിംഷിയുടെ കൊച്ചമകൻ
ജേഹുവിന്റെ മേൽ അഭിഷേകം വരുന്നു. ജേഹു ആരാണ്? ഈ അഹാബ് പറഞ്ഞ ഗ്രാൻഡ് ഫാദറിന്റെ പൊസിഷൻ ആണ് ഈ അഹാബിന്. ഇപ്പോ ഈ അഹാബിന്റെ സോ കോൾഡ് കിങ്ഡത്തില് he is working person. Just he is a working class person in Ahab's kingdom. ഈ ജേഹുവിന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ everything is turning upside down. ഇതുവരെ കിട്ടാത്ത നന്മകൾ ദൈവം തരാൻ തുടങ്ങി. ഇതുവരെ തരാത്ത ആരും തരാത്ത ആ പിടിച്ചു വെച്ചേക്കുന്ന ചില ബ്ലെസ്സിങ്സ് അഭിഷേകം വന്നപ്പോൾ God started opening doors for Jehu. Amen. What the beauty of anointing is this: when God anoints you, he will restore to you what the devil has taken away. Book of Joel chapter 2 verse 25. ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം. I will restore to you the years the swarming locusts have eaten away. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? വെട്ടിക്കിളികൾ തിന്ന കളഞ്ഞ എല്ലാം ഞാൻ മടക്കി തരും. ഇതാണ് അഭിഷേകത്തിന്റെ ഒരു ഗുണം. അഭിഷേകത്തിന്റെ ഒരു ഗുണം പറഞ്ഞ ശത്രു എടുത്ത് കൊണ്ടുപോയ ഏതെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ടോ അത് മടക്കി തരും. അതാണ് ഈ അഭിഷേകം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ആമേൻ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഒരു ട്രൂ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോട്ടെ. സം ഇയേഴ്സ് ബിഫോർ കൊളറാഡോ പറഞ്ഞ സ്ഥലത്തില് ഒരു വൺ സൺഡേ മോർണിംഗ് ആഫ്റ്റർ ദ സൺഡേ സർവീസ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ one young man, I would say 19 years old, Matthew Murray ആ ചർച്ചിന്റെ മെമ്പറിന്റെ ഒരു മകനാണ് മാത്യു മൂറെ. അവന്റെ തോക്കെടുത്ത് പുറത്ത് വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഉന്നം വെച്ച് he started shooting these people. സ്വന്തം ചർച്ചാണ്, സ്വന്തം ചർച്ചിന്റെ മെമ്പേഴ്സാണ്. ആ ചർച്ചിന്റെ മെമ്പേഴ്സിന്റെ നോക്കി മാത്യു മൂറെ സൺഡേ സർവീസ് കഴിഞ്ഞിട്ട് തോക്കെടുത്ത് വെടിവെച്ചു. ചിലവർ they were instant dead. ചർച്ച് ആകെ സ്പ്ലിറ്റ് ആയി. Everybody were divided. എല്ലാവർക്കും ഉള്ളിലെ ദേഷ്യം it's rising up in the hearts of people. ആകെ disturbed church. ആരെങ്കിലും ഈ ചർച്ച് ഇനി വീണ്ടും യുണൈറ്റഡ് ആകാൻ ഒക്കുമോ? Pastor Brandy, when he prayed, God inspired Pastor Brandy to bring the people together for reconciliation. റീകൺസിലിയേഷന് വേണ്ടി സഭ വർണ്ണം അങ്ങനെ പരിശുദ്ധാത്മാവിടെ ഒരു ഇൻസ്പിറേഷനില് the senior pastor Brandy, he proposed in the church. എല്ലാവരും പറഞ്ഞു ആരും വരാൻ പോകുന്നില്ല. കാരണം church is divided. ആരും വരാൻ പോകുന്നില്ല. But the time came. കുറച്ച് പേര് വരാൻ തുടങ്ങി. ആ ടൈം വന്നപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ വരാൻ തുടങ്ങി. പക്ഷേ മാത്യു മ്യൂറയുടെ ഫാമിലി വരുമ്പോൾ ഞങ്ങൾ അവരെ അടിക്കും, അവരെ പിടിക്കും, അങ്ങനെ പറഞ്ഞിട്ട് they were filled with hatred. പക്ഷെങ്കിൽ ആ സമയം വന്നപ്പോൾ പാർക്കിംഗ് ലോട്ടിലെ മാത്യു മ്യൂറയുടെ അച്ഛനും അമ്മയും ആ വണ്ടി പാർക്ക് ചെയ്ത് ആൾക്കാർ ഇവിടെ they are sitting inside, people are sitting inside filled with anger. മാത്യു മ്യൂറയുടെ അച്ഛനും അമ്മയും ഒന്ന് വരട്ടെ, ഞങ്ങളൊന്ന് കാണിക്കാം. they were filled with anger. മാത്യു മ്യൂറയുടെ അച്ഛനും അമ്മയും വന്നു. ആ ചർച്ചിന്റെ വാതിൽ തുറന്ന് as soon as they entered the church, the supernatural presence of Holy Spirit filled the entire congregation. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും they started hugging each other. അവർ കരയാൻ തുടങ്ങി. അവരുടെ so called ദേഷ്യം എല്ലാം മാറി. അവരുടെ so called hatred മാറി. They started hugging each other and crying with each other. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങുമ്പോൾ ഇതുവരെ കാണാത്ത ചില രീതി ചർച്ചസിലെ കാണാൻ തുടങ്ങും. ആമേൻ. പിശാച് ശത്രുയുടെ ആ ചർച്ചിന്റെ യൂണിറ്റി എടുത്തു മാറ്റിയതാണ്. ആ ചർച്ചിന്റെ ഐക്യത എടുത്തു മാറ്റി പിശാച്. പക്ഷേ അഭിഷേകം അറിഞ്ഞപ്പോൾ ആ ഐക്യത എടുത്തു മാറ്റിയ ആ ചർച്ചിൽ വീണ്ടും ഐക്യത വന്നു.
ഹല്ലേലൂയ. ഈ പകൽ സമയം ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, വീട്ടിനകത്ത് സഭയുടെ അകത്ത് ഐക്യത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ പകൽ സമയം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം അറിയുന്നു. ആ നഷ്ടപ്പെട്ട ഐക്യത ദൈവം വീണ്ടും നൽകി തരുന്നു. Hallelujah. That is the beauty of God's anointing, my friend. ദൈവത്തിന്റെ വചനം എന്തോ പറയുന്നു? 1 Peter chapter 5 verse 10. 1 പത്രോസ് 5 അതിന്റെ 10-ാം വാക്യം. After you have suffered a little while, the God of all grace, who has called you to his eternal glory in Christ, will himself restore, confirm and establish. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? അവൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഈ പകൽ സമയം ഈ സഭയെ യഥാസ്ഥാനപ്പെടുത്താൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രം. യേശുയുടെ അഭിഷേകം ഇറങ്ങി വരുമ്പോൾ ചർച്ചിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും, കുടുംബത്തിനെ യഥാസ്ഥാനപ്പെടുത്തും, ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. That is the beauty of God's anointing, my friend. Hallelujah. ഈ പകൽ സമയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: ദൈവം, എനിക്ക് വേറെ ഒന്നുമല്ല വേണ്ടിയത്, അങ്ങയുടെ അഭിഷേകം എനിക്ക് വേണം. പല സമയം ഞാൻ ചർച്ചിൽ പറയാറുണ്ട്, ഗോഡ്സ് അനോയിന്റിങ്. രണ്ട് പാട്ട് പാടി ചില അന്യഭാഷ പറഞ്ഞ് തീർന്ന് മാത്രമല്ല ദൈവത്തിന്റെ അഭിഷേകം. ദൈവത്തിന്റെ അഭിഷേകം ഇതിൽ നിങ്ങൾ ഒതുക്കല്ലേ. 2 അന്യഭാഷ പറഞ്ഞ് ഒതുക്കേണ്ട അല്ല ഈ ദൈവത്തിന്റെ അഭിഷേകം. It's something more, my friend. Hallelujah. ഇവിടെ ആ വാക്കൊന്ന് വായിക്കാമോ? 18-ാം വാക്യം. അല്ല, ഞാൻ ചോദിക്കട്ടെ, യേഹൂവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സമാധാനമോ? ഈ യേഹൂയുടെ പോക്ക് കണ്ടു കഴിഞ്ഞാ ആരാണെങ്കിലും ചോദിച്ചപ്പോ, നീ എങ്ങോട്ട് പോന്നു? Where are you going, Jehu? ഒരു പ്രാന്തനെ പോലെ, ഒരു like a madman. Where are you going, Jehu? ആരാണെങ്കിലും ചോദിച്ചു പോവും. കാരണം ആ രംഗം അത്ര കോംപ്ലിക്കേറ്റഡാ. എങ്ങോട്ട് പോന്നു ജെഹു? ജെഹു പറയും അതിന്റെ 7-ാം വാക്യത്തില്, in 2 Kings chapter 9 verse 7, ദൈവം യേഹൂവിനോട് പറഞ്ഞ ഒരു വാക്കാണ്, വായിച്ചേ. നോക്കണേ, ദൈവം യേഹൂവിനെ ഒരു ദൗത്യം കൊടുത്തു. God gave a purpose for Jehu. എപ്പോഴാണ്? അഭിഷേകം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഒരു പർപ്പസ് കൊടുത്തത്. അഭിഷേകം വരുമ്പോൾ ചർച്ചിലിരുന്ന 2 അന്യഭാഷ പറഞ്ഞ് തീർക്കാനല്ല. There is a purpose for anointing. ഒരു അഭിഷേകം വന്നിട്ടുണ്ടെങ്കിൽ അതിന് മേൽ, അതിന് പുറകില് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. What is the purpose? Book of Acts chapter 1 verse 8. And you shall be my witness in Jerusalem, in Judea, in Samaria, and to the ends of the world. ലോകമെമ്പാടും ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുകയാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ആമേൻ. അങ്ങനെ ആണെങ്കിൽ ഈ പകൽ സമയം I would paraphrase in such a manner, ദൈവത്തിന്റെ അഭിഷേകം വന്ന് നമ്മളെല്ലാം കൂടിയിരിക്കുകയാണെങ്കിൽ ഈ ചർച്ചിന്റെ അകത്ത് 2 അന്യഭാഷ പറയല്ല, പുറത്തിറങ്ങി സുവിശേഷ വേലയ്ക്ക് പങ്കിടുക. അതാണ് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം. There is a purpose in anointing. In this pool area where God has called you, when people are living and dying in sin, it's our responsibility, those who are anointed, go and tell them the love of Jesus. Hallelujah. അതാണ് അഭിഷേകത്തിന്റെ ഒരു പർപ്പസ്. ഈ പകൽ സമയം അഭിഷേകം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ ഒതുക്കി വെക്കുകയല്ല ചെയ്യുക. പുറത്തിറങ്ങണം, ദൈവത്തിന്റെ നാമം ഘോഷിക്കണം. That is one of the prime responsibility of anointing, my friend. Hallelujah.
ഒരു പ്രാവശ്യം അബ്രഹാം ലിങ്കൺ before become the president of United States, Abraham Lincoln ഒരു സ്റ്റോർ റൂമില് he was working. അവൻ സ്റ്റോർ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആരാ? അബ്രഹാം ലിങ്കൺ, യുഎസിന്റെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പേ. ഈ സ്റ്റോർ റൂം they used to sell ഗൺസ് വിൽക്കുന്ന ഒരു കടയാണത്. ഒരു റിച്ച് ബിസിനസ് മാൻ അബ്രഹാം ലിങ്കന്റെ അടുത്ത് വന്ന് he started examining guns. He said, show me some guns. അപ്പോൾ ഒരു ഗൺ കൊണ്ടുവന്നു, നല്ല ബ്യൂട്ടിഫുൾ ഗൺ, അതിൻ്റെ ഹാൻഡ് ക്രൗഡ് ഡിസൈൻസ്. വാവ്, സൂപ്പർ ലുക്കിംഗ് ഗൺ. അതിൻ്റെ കോസ്റ്റ് വെരി നോർമൽ പ്രൈസ്. വേറെ ഒരു ഗൺ കാണിച്ചു, അത്ര നല്ല ഗുഡ് ലുക്കിംഗ് അല്ല, അതിൻ്റെ തടി അത്ര നല്ല ക്വാളിറ്റി തടിയല്ല, ബട്ട് പ്രൈസ് ഈസ് ഹെവി. അബ്രഹാം ലിങ്കനോട് ചോദിച്ചു, വൈ ദിസ് ഡിഫറൻസ്? ഗുഡ് ലുക്കിംഗ് ഗൺ അതിനെ ലോ പ്രൈസ്, പക്ഷേ അത്ര ഗുഡ് ലുക്കിംഗ് അല്ല, അതിന് ഹൈ പ്രൈസ്. എന്താ ഡിഫറൻസ്? കാരണം എന്താ? അബ്രഹാം ലിങ്കൻ പറഞ്ഞു, ഈ ഗുഡ് ലുക്കിംഗ് ഗൺ ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഡെക്കറേഷൻ പർപ്പസ്. വീട്ടിലെ ചുമരില് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ ഗണ്ണിന്റെ ഉപയോഗം, ഈ യൂസ്ഫുൾനെസ്. മറ്റേ ഗൺ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹണ്ടിങ്. ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്നതാണ് മറ്റേ ഗൺ. അകത്തെ കാട്ടില് വന്യമൃഗങ്ങൾ വരുമ്പോൾ ആ വന്യമൃഗങ്ങളെ നോക്കി വെടിവെക്കുകയാണ് ഈ മറ്റേ ഗണ്ണിന്റെ പർപ്പസ്. ബോത്ത് ആർ ഗൺസ്, ബട്ട് ദ പർപ്പസസ് ആർ ഡിഫറെന്റ്. അതുപോലെ അഭിഷേകം ഒന്നാണ്, പക്ഷേ ഈ പർപ്പസസ് ഡിഫറെന്റ് ആണ്. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 4 verse 11. എഫിഷ്യന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവൻ ചിലരെ അപ്പോസ്തലന്മാർ, ചില പ്രവാചകന്മാർ, ഇവാഞ്ചലിസ്റ്റ്, ഷെപ്പേർഡ്സ്, ടീച്ചേഴ്സ്. ആമേൻ. ഒറ്റ അഭിഷേകമാണ്, പക്ഷെങ്കിൽ പർപ്പസ് ഡിഫറെന്റ് ആണ്. ഈ പകൽ സമയം നമുക്ക് മനസ്സിലാക്കണം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗാഡ് ഇൻ മൈ ലൈഫ്. ദൈവം എന്നെ ഏത് പർപ്പസിലാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തേക്കുന്നത്? ആമേൻ. മിക്കാറും ഇവിടെ അല്ല, പക്ഷേ ടോക്കിംഗ് ഓൺ എ ജനറൽ ഫ്രം യൂണിവേഴ്സൽ ചർച്ച്. മിക്കാറും ആൾക്കാർക്ക് എല്ലാവർക്കും പാസ്റ്റർ ആകണം. കാരണം ഇറ്റ്സ് എ ഗുഡ്, being on the limelight, everybody likes to be a pastor, but everybody are not called to be a pastor. Some are called as evangelists, some are called as prophets. Let me tell you, my dear brethren, what is your purpose in the kingdom of God? അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ we can build up the house of God, my friend. This afternoon time, ഈ പകൽ സമയം ദൈവമേ എന്നെ എന്തിനാ വിളിച്ചേക്കുന്നത്? ദൈവമേ നിന്റെ പർപ്പസ് എന്താണ് എൻ്റെ ജീവിതത്തില്? അത് നീ എന്നെ പറഞ്ഞതാ. വാട്ട് ഈസ് മൈ പർപ്പസ്? ഇവാഞ്ചലിസ്റ്റ് ആണോ? അങ്ങനെ ആണെങ്കിൽ അടുത്തുള്ള എല്ലാവരോടും പോയി സുവിശേഷം പറയണം. സുവിശേഷം എല്ലാവർക്കും ഉള്ള റെസ്പോൺസിബിലിറ്റിയാ. ഒരു പ്രോഫറ്റ് ആണോ? You need to intercede and take the revelation from God. What is your purpose? Seek and find out. Anointing is one, purposes are different. ഇവിടെ Jehu is anointed. 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ജെസബേലിനോട് പ്രതികാരം ചെയ്യണം. നോക്ക ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിന്റെ യജമാനായ അഹാബിന്റെ വീട് നീ എലിമിനേറ്റ് ചെയ്യണം. ഇതൊന്നും അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. വായി, കാരണം ഒറ്റ രക്തമാണിത്. പണ്ട് വല്യപ്പൻ പ്രശ്നം ഉണ്ടാക്കി കാണും, പക്ഷേ അങ്ങനൊന്നും സ്വന്തം രക്തത്തെ എലിമിനേറ്റ് ചെയ്യാൻ ഒക്കൂ. അങ്ങനൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ഒക്കൂല. രക്തമല്ലേ, അങ്ങനെ ഒരു രക്തത്തിനെ പോയി എലിമിനേറ്റ് ചെയ്യുക അങ്ങനെ നടക്കൂല. പക്ഷെങ്കിൽ ദൈവത്തിന് അഭിഷേകം വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കണം, നിങ്ങൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? നിങ്ങൾ ദൈവത്തെയാണോ സ്വന്തം രക്തത്തെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? നിങ്ങളുടെ ദൈവത്തിന് അഭിഷേകം വീണ് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കണം, ദൈവത്തെയാണോ അത് സ്വന്തം ജീവനെയാണോ സ്നേഹിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, ബൈബിളിന്റെ വാക്കാണ് പറയുന്നത്.
Book of Luke chapter 14 verse 26. ലൂക്കിന്റെ പുസ്തകം 14-ാം അധ്യായം 26-ാം വാക്യം. If anyone comes to me and does not hate his own father and mother, wife and children and brother and sister, yes, even more his own life, he cannot be my disciple. മലയാളത്തിൽ വായിക്കാമോ? നോക്കെ നിർത്ത് ആ വാക്കൊണ്ട് വീണ്ടും വായിക്കുക. ആരുടെ അപ്പനെയാ? സ്വന്തം അപ്പൻ. ഇംഗ്ലീഷിലെ കുറച്ചുകൂടെ ക്ലിയറാ. വേറെ ആൾക്കാരുടെ അപ്പനെ വെറുക്കുകയല്ല, സ്വന്തം അപ്പനെ അമ്മേ. Does not hate his own father and mother and wife and children, and even in his own life, he cannot be my disciple. എന്താ ചർച്ചിൽ പറഞ്ഞ്? നാട്ടിൻ്റെ കാര്യമാണ്. ഇവിടുത്തെ കാര്യം ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഞാൻ വിസിറ്റിങ്ങിന് വന്ന പോവാ. നാട്ടിൻ്റെ കാര്യമാണ് മിക്കവാറും നമ്മൾ കാണാറുണ്ട്. എന്താ പറയുന്നത്? അത് വൈഫിന് തലവേദന, അതുകൊണ്ട് ഞാൻ വന്നില്ല. അത് മിക്കവാറും യൂണിവേഴ്സൽ രീതിയാണ്. ചില ചുമ പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഞാൻ വന്നില്ല. No, when you are anointed, you cannot bring excuses before God. നിങ്ങൾ അഭിഷേകം ഉള്ള ആളാണോ? ദൈവസന്നിധിയിൽ ഒരു എക്സ്ക്യൂസ് കൊണ്ടുവരാനൊക്കില്ല. സ്വന്തം ജീവനാണെങ്കിൽ പോലും ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ ഒരു അവസാന ശ്വാസം എനിക്കുണ്ടെങ്കിൽ ഞാൻ ദൈവമേ നിന്നെ ആരാധിക്കാൻ ഞാൻ വരും. ആമേൻ. അതാണ് ഒരു ഭക്തന്റെ ജീവിതം. ഒരു അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതം അതായിരിക്കണം. ഹല്ലേലൂയ. അല്ല, ഞാൻ എന്താ പറഞ്ഞ, അത് ഭാര്യ പറഞ്ഞു ഇന്ന് നിങ്ങൾ പോകണ്ട ചർച്ചിൽ, അതുകൊണ്ട് ഞാൻ പോയില്ല. യൂണിറ്റി. വീട്ടിലെ സമാധാനത്തിന് വേണ്ടി ഞാൻ ദൈവമേ നിന്നെ കുറച്ചൊന്ന് മാറ്റി വെച്ചു. നോ, യു ആർ അനോയിന്റഡ് മൈ ഫ്രണ്ട്. ആരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും, the world behind me, the cross before me, ക്രൂസ് എൻ്റെ മുമ്പിൽ, ലോകം എൻ്റെ പിൻപിൽ. ഇത് ഉണ്ടായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് രാജ്യത്തിലെ ഒരു ആരും അറിയാതെ പോയ ഒരു ട്രൈബൽ പേഴ്സൺ അവന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവൻ പറഞ്ഞ ചില വാക്കുകളാണിത്. ഇന്ന് പാട്ടുപാടി ലോകമെമ്പാടും അത് പാട്ടായി മാറിയിരിക്കുക. ലെറ്റ് മീ ടെൽ യു, നമ്മൾ ചുറ്റും നോക്കിയ ഒരു രക്തസാക്ഷികളുടെ ഒരു സമൂഹം ചുറ്റിലുണ്ട്. ദൈവത്തിന് വേണ്ടി നിന്നത്, ദൈവത്തെ സ്നേഹിച്ചത്, ദൈവം വേലയ്ക്ക് ചുമൽ കൊടുത്തത് ഒരു രക്തസാക്ഷികളുടെ ഒരു കൂട്ടം ചുറ്റുമുണ്ട്. അവർ കാണിച്ചു, അവരുടെ ജീവിതത്തിൽ കാണിച്ചു അവർ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ആമേൻ. അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ you need to prove whom you love the most. ദൈവത്തെയാണോ അതോ സ്വന്തം ജീവിതത്തെയാണോ? ദൈവത്തെയാണോ അതോ സ്വന്തം രക്തത്തെയാണോ? ആരെയാണ് നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നത്? When you are anointed, you need to prove your anointing, my friend. Amen. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 49 അത് എടുക്കണ്ട, ജസ്റ്റ് റെഫറൻസിൽ എഴുതി വെച്ചാൽ മതി. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 49 5 onwards if you read, Jacob is cursing Levites. ലേവിയരെ ശപിക്കുന്ന ഒരു രംഗങ്ങൾ നമ്മൾ കാണാം. 5 onwards. Jacob is cursing Levites. എൻ്റെ ഇമാജിനേഷനിലെ ലേവി ആ ദിവസം തൊട്ട് പറഞ്ഞ് കാണും, ദൈവമേ ഞങ്ങളൊരു കേഴ്സ്ഡ് മക്കളാണ്, ഞങ്ങൾ ഒരു ശാപം പിടിച്ച സന്തതിയായി പോയി, ഞങ്ങളുടെ ഈ ശാപം ആര് മാറ്റും? ഞങ്ങളൊരു ശാപമുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഈ ലേവി പോലെ ചിലവർ പറഞ്ഞു കാണും, നിങ്ങളൊരു ശാപം പിടിച്ച ആളാ, നിങ്ങൾ ശപിക്കപ്പെട്ട. ചിലപ്പോൾ ചിലവർക്ക് അങ്ങനെ പറഞ്ഞു കാണുമായിരിക്കും. ലേവിയും പറഞ്ഞു കാണുമായിരിക്കും, ദൈവമേ എൻ്റെ സ്വന്തം അച്ഛൻ എന്നെ ശപിച്ചതാ, എൻ്റെ സ്വന്തം അച്ഛൻ എന്നെ തള്ളി പറഞ്ഞതാ, ഈ കുടുംബത്തിന് നീ ഒരു തലവേദനയാണ്, നീ കാരണത്താൽ ഈ കുടുംബം രക്ഷപ്പെടൂല. സ്വന്തം അച്ഛൻ ശപിച്ചു ലേവിയെ. പക്ഷേ ചില വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മോസസ് പുറത്തിറങ്ങി ഒരു വൺ ഫൈൻ ഡേ നോക്കിയപ്പം ഈ സോക്കാൾഡ് അപ്പൻ അനുഗ്രഹിച്ച എല്ലാ മക്കളും ദൈവത്തെ വിട്ട്
അവർ വേറെ രീതിയിലുള്ള ആരാധന ചെയ്തുകൊണ്ടിരിക്കുക. പാസ്റ്റർ മോസസ് ഒരു ഡിക്ലറേഷൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ആരും വന്നില്ല, ലേവി ഒഴിച്ച് ആരും വന്നിട്ടില്ല. ആരാ ലേവി? ശാപം പിടിച്ച സന്തതി, അപ്പൻ ശപിച്ച സന്തതി. ബാക്കിയെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാര് ദൈവത്തെ വിട്ട് മാറിയപ്പോൾ ഈ ശാപം പിടിച്ച സന്തതി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചു. അവർക്ക് കൊടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി, വാളെടുക്കുക, വെട്ടാൻ തുടങ്ങുക. അവർ വാളെടുത്തു, സ്വന്തം കൂടെ പറപ്പായിക്കോട്ടെ, അവരെ വെട്ടാൻ തുടങ്ങി. അവർ തെളിയിച്ചു അവരെ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. അവർ തെളിയിച്ചു ആരെല്ലാം തള്ളി പറഞ്ഞാലും ഒരിക്കലും തള്ളി പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൻ തള്ളി പറഞ്ഞു, കൂടപ്പറമ്പുകളുടെ മുമ്പാകെ ഒരു റെക്കഗ്നീഷൻ ഇല്ല. ഇതുവരെ തള്ളി പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ദൈവം, ആ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി വന്നപ്പോൾ ഈ ശാബത്ത് സന്തതിയെ ദൈവം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 33 വേഴ്സ് 8 onwards നിങ്ങൾ വായിച്ചാൽ മതി. ഈ ശാപം പിടിച്ച സന്തതിയെ സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ആമേൻ. ഇന്നും അനുഗ്രഹിച്ചു. എന്താ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു? ലേവി അനുഗ്രഹിക്കപ്പെട്ട സന്തതി. ആരനുഗ്രഹിച്ച? സ്വർഗസ്ഥനായ ദൈവം. ഭൂമിയിലൊപ്പം നിങ്ങളെ ശപിച്ച് കാണുമായിരിക്കും, ഭൂമിയിലൊപ്പം നിങ്ങളെ ഗുഡ് ഫോർ നത്തിങ് പറഞ്ഞ് കാണുമായിരിക്കും. പക്ഷേ നിങ്ങളെ ശാപം അനുഗ്രഹത്തിൽ മാറ്റാൻ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുക, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ ശാപം മാറ്റി അനുഗ്രഹം കൊണ്ടുവരും. That is the beauty of anointing, my friend. Hallelujah. When you are anointed, you need to prove whom you love the most. അതിനെ 18 വാക്യം ഒന്ന് വായിക്കാമോ? 18 വാക്യം. നോക്കി ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ഒരു ആൾ കുതിരപ്പുറത്ത് കയറി യേഹൂദിന്റെ അടുത്ത് വന്നു, ചോദിക്കുന്നു സമാധാനോ. അങ്ങനെ അല്ലാതെ ആക്ച്വലി നടന്നിരിക്കുന്നത്. ഈ സംഭവം മനസ്സിലാക്കാനാണെങ്കിൽ ഒരു ഇന്ത്യയിലെ ഒരു കാന്റോൺമെന്റ് ഏരിയയിൽ നിങ്ങൾ പോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള ഡിഫൻസ് ഏരിയയിൽ നിങ്ങൾ പോ. ഇന്ത്യയുടെ സിസ്റ്റം എനിക്കറിയാം. കാന്റോൺമെന്റ് ഏരിയ, ആർമി റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഒരു പാർലമെന്റ് ഉണ്ട്. പാർലമെന്റിന് അവിടെ ആ പൊട്ടാലത്തിന്റെ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. ഈവനിങ്ങിൽ എങ്ങോട്ട് പോന്നു? വെറുതെ ഇങ്ങോട്ട് പോവാ. എന്തോ വെറുതെ. വേർ ആർ യു ഗോയിങ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മനസ്സിലാകാത്ത ആൾക്കാരെ അവർ ചോദിക്കും കോൺ ഹൊത്തും. വെറുതെ ഭക്ഷണം കഴിച്ചല്ലേ, ഒന്ന് നടക്കാൻ പോയതാ. അങ്ങനെ നടക്കൂല. കോൺ ഹൊത്തും ചോദിക്കും, ഹു ആർ യു ചോദിക്കും. അതിന്റെ സെക്കൻഡ് റെസ്പോൺസിലും ഒന്നും മിണ്ടില്ല. എനിക്ക് പറയാൻ മനസ്സില്ല പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വീണ്ടും നടക്കുക. മൂന്നാമത്തെ ചിലപ്പം ചോദിക്കുമായിരിക്കും, ചിലപ്പോൾ ചോദിക്കൂലായിരിക്കും. പിന്നെ ഒരു വെടിയുണ്ട വന്ന് ചീഞ്ഞ് പാറി നെഞ്ച് ഹോളാക്കി മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ നടക്കാൻ പോകുന്നത്. Because that officer is representing the whole nation. മൊത്തം രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓഫീസറാണത്. ഈ ഓഫീസർ ഈ കുതിരപ്പുറത്ത് കയറി വന്ന ഈ ആൾ ഓർഡിനറി ആളല്ല. ഈസ് എൻ ഓഫീസർ. ഒരു രാജ്യം മൊത്തം പുറകില് നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. ഈ കോട്ടകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നോർത്ത് ഇന്ത്യ അതുപോലെ പോണം, അപ്പം കാണാം ഈ കോട്ടകളെ, ഫോർട്രസ്. അത് ഫുൾ സെക്യൂർഡ് ആണ്. താഴെ പറഞ്ഞ ശത്രുവെ അവർ 1 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറേ അവർ കാണും. അവരുടെ ആൾക്കാർ റെഡിയാണ്. ഒരു സ്മെൽ റോങ് അവർ സ്മെൽ ചെയ്ത ആ നിമിഷം അവർ ആക്രമിക്കും. ഇവിടെ ജേഹൂയുടെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ജേഹൂയുടെ ജീവിതം എടുത്തു മാറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാം സമാധാനമോ? ജേഹു പറഞ്ഞ വാക്യം എന്തുവാ? സമാധാനത്തിന് നിനക്കെന്തേ? കം ഫോളോ മീ പറഞ്ഞ അഭിഷേകമല്ല ആള്. when you move in anointing, നിന്നെ എതിർക്കുന്ന ആൾ പോലും നിന്റെ കൂടെ വന്ന് ചേരും. that is the beauty of anointing. എന്നെ എതിർക്കുക, ആൾക്കാർ എന്നെ എതിർക്കുക, ഓഫീസിൽ എന്നെ എതിർക്കുക,
എല്ലാ സ്ഥലത്തിലും എന്നെ എതിർപ്പാണ്. You pray, sit, pray unto God that God fill me with more anointing. നിന്നെ എതിർക്കുന്ന ആൾ പോലും നിന്റെ പക്ഷത്തിൽ വന്ന് ചേരും. That is the beauty of anointing, my friend. Hallelujah. Book of Proverbs chapter 16 verse 7. Book of Proverbs chapter 16 verse 7. അതാണ് രീതി. ഒരു ആളുടെ വഴിയെ ദൈവത്തിന് പ്രസാദം വന്നു കഴിഞ്ഞാൽ അവന്റെ ശത്രു ആയിക്കോട്ടെ, അതുപോലും ദൈവം മിത്രമാക്കി മാറ്റും. ആമേൻ. എന്റെ ശത്രു തകരണം വേണ്ട, ശത്രു നല്ലതാ. എന്നാ മാത്രമേ ദൈവം മേശ ഒരുക്കുള്ളൂ. ദൈവമേ ശത്രുക്കളുണ്ട്, പ്രാർത്ഥിക്കേണ്ട പകരം ദൈവമേ എന്റെ അഭിഷേകം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ദൈവം ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒഴുക്കും ദൈവമേ. That is the beauty of anointing. ദാവീദിന്റെ ജീവിതത്തില് അബ്നേർ, he was against David. പക്ഷേ ഒരു സമയം വന്നപ്പോൾ in 2 Samuel chapter 3 അബ്നേർ പറയുന്നത്, now I will bring David. ദാവീദിനെ ഇനി ഞാൻ ഇവിടെ കൊണ്ടുവരും. ഈ അബ്നേർ ഒരു കാലഘട്ടത്തിൽ ദാവീദിനെ അപ്പോസ് ചെയ്ത വ്യക്തിത്വമാണ്. പക്ഷേ ഈ അഭിഷേകം വീണ് ദാവീദ് അഭിഷേകത്തിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ എതിർത്ത് നിന്ന് അബ്നേർ പോലും ദാവീദിന്റെ കൂടെ ചേരാൻ തീരുമാനിച്ചു. ആമേൻ. നിങ്ങളുടെ ദർശനത്തിന്, നിങ്ങളുടെ പ്ലാൻ, ദൈവം തന്ന പ്ലാൻ, ദൈവം തന്ന പദ്ധതി, അതിനെ തടസ്സമായി നിൽക്കുന്ന എത്ര വലിയ അബ്നേറാണെങ്കിലും നിങ്ങൾ അഭിഷേകത്തിൽ മുന്നോട്ട് പോ, ആ അബ്നേർ പോലും നിങ്ങളോട് വന്ന് ചേരും. That is the beauty of anointing. ഇവിടെ ആ വാക്കൊന്ന് 18 വാക്യം ഒന്ന് വീണ്ടും വായിക്കാമോ? സമാധാനമോ രാജാവ് ചോദിക്കുന്നു. അപ്പൊ നോക്കണേ, ഇത് ഒരു ചോദ്യമാണ്. സമാധാനമോ ചോദിച്ചാ വേറെ ആരുമല്ല, ആഹാബ് രാജാവ് ചോദിച്ച ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കൊടുത്തു നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ ഒരു കിങ് ഒരു ചോദ്യം ചോദിക്കുക, എനിക്ക് മനസ്സില്ല പറയാൻ പറ്റുന്ന നടക്കുന്ന കാര്യമാണോ? നടക്കൂല. ഇവിടെ ആഹാബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സമാധാനമോ, മര്യാദയ്ക്ക് ഉത്തരം കൊടുക്കണം. പക്ഷേ ഇവിടെ ജേഹു പറയുന്നത് എന്തുവാ? സമാധാനത്തിൽ നിനക്ക് എന്താ കാര്യം? അല്ല ജേഹു, ഇങ്ങനാണോ ചോദ്യം? ഇങ്ങനാണോ ഉത്തരം? ഇങ്ങനാണോ മമ്മി പഠിപ്പിച്ചത്? അമ്മ ഇങ്ങനാണോ പഠിപ്പിച്ചത്? സൺഡേ സ്കൂളിൽ ഇങ്ങനാണോ നിങ്ങളെ പഠിപ്പിച്ചത്? പക്ഷേ അഭിഷേകം വീണ് കഴിഞ്ഞാ ജേഹു പറയും, എനിക്ക് അനാവശ്യമായിട്ട് സംസാരിക്കാൻ എൻ്റെ കയ്യിൽ സമയമില്ല. അഭിഷേകം വീണ് കഴിഞ്ഞാ അനാവശ്യം അൺനെസസറി ടോക്കിന് വേണ്ടി എനിക്ക് സമയമില്ല. അതാണ് ജേഹു പറയുന്നത്. ആമേൻ. നമ്മുടെ 1 Thessalonians chapter 4 verse 11. 1 Thessalonians chapter 4 verse 11. സ്വന്തം കാര്യം നോക്കുവാൻ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മനസ്സിലാ? ഇതാണ് അഭിഷേകം വന്നു കഴിഞ്ഞ. അഭിഷേകം വന്നു കഴിഞ്ഞാ ഇന്ത്യയിലെ ഒരു സംഭവം ഉണ്ട്. ഇന്ത്യയിലെ ജിയോ, ഞങ്ങൾ ഗുജറാത്തിലാണ് ജനിച്ചോളത്. ജിയോ നമ്മുടെ ആളാ, കാരണം ഗുജറാത്തിയാണല്ലോ. ജിയോ അൺലിമിറ്റഡാ. ബാക്കി എല്ലാവരും കൊടുക്കും, ഞങ്ങൾ ജിയോയെ പ്രൊമോട്ട് ചെയ്യുമല്ലോ, കാരണം ഹീസ് ഗുജറാത്തി, അതുകൊണ്ട് മാത്രം. അൺലിമിറ്റഡ് ടോക്ക് ടൈം. പക്ഷേ അൺലിമിറ്റഡ് ടോക്ക് ടൈം ആയപ്പോൾ വേറെ ഒരു പ്രശ്നമുണ്ട്. ഇത് അങ്ങ് സംസാരിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ സംസാരിച്ച് വീട്ടിൻ്റെ കാര്യം പറയും, പുറത്തെ കാര്യം പറയും, പിന്നെ പാസ്റ്ററിൻ്റെ കാര്യം പറയും, പാസ്റ്റർ ഇട്ട വസ്ത്രത്തിൻ്റെ കാര്യം പറയും, പിന്നെ അങ്ങ് സംസാരമാണ്. ഞങ്ങളുടെ മിക്കവാറും കേരളത്തിലും നാട്ടിലും എല്ലാം നടക്കുന്ന സംഭവമാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത്. സംസാരിച്ച് അൺലിമിറ്റഡ് ടോക്ക് ടൈം, മൈൻഡിങ് നോട്ട് ദർ ഓൺ ബിസിനസ്. സ്വന്തം കാര്യം നോക്കാതെ വേറെ എവിടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അഭിഷേകം വന്ന ഒരു ആള്, ഹീസ് ഡിഫറെന്റ്. ഹി മൈൻഡ്സ് ഹിസ് ഓൺ ബിസിനസ്. വേറെ കാര്യത്തിൽ അവൻ ഇടപെടാൻ അവന് സമയമില്ല. അത് അവന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ഒരു പ്രാവശ്യം ഒരു ആള് ആ ബോംബെ
ബോംബെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഇങ്ങനെ ഭയങ്കര തിക്കി നിറഞ്ഞ സ്ഥലമാണ്. ഇങ്ങനെ നടന്നു പോവുക, സൈഡിൽ ഇങ്ങനെ വുഡൻ ഫെൻസ് ഉണ്ട്. ഈ വുഡൻ ഫെൻസിൽ അപ്പുറത്ത് മെന്റൽ ഹോസ്പിറ്റലാണ്. ഈ കുറെ പ്രാന്തന്മാർ അപ്പുറത്ത് ഇരുന്നിട്ട് ഒച്ചപ്പാട് ഇട്ടുകൊണ്ടിരിക്കുക. 13 ഈ ഒരു ആള് ധൃതി വെച്ച് പോവുക ഇന്റർവ്യൂവിന്, നടന്നു പോവുക. അപ്പൊ ആ സമയം കേൾക്കുന്നത് 13. ഇവിടെ ഇന്റർവ്യൂയുടെ സമയം കഴിഞ്ഞു, ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പാണ് ഈ സംഭവം കേൾക്കണേ. അപ്പം പുള്ളി അരിച്ച് എന്താ ഈ പ്രാന്തന്മാർ വിളിച്ച് പറയുന്നത്, എന്തോ സംഭവിച്ചു. അപ്പം എന്നാ വേണ്ട ഒന്ന് നോക്കിയിട്ട് പോകാൻ ചിന്തി. എങ്ങനെ നോക്കുക? അപ്പം നോക്കിയാൽ അവിടെ ഒരു ഹോള്, ഈ വുഡൻ പ്ലാങ്കിന്റെ മിഡിൽ ഒരു ഹോള്. ആ ഹോൾ ഇങ്ങനെ പീപ്പ് ചെയ്ത് ഇങ്ങനെ കണ്ണിങ്ങനെ വെച്ചിട്ട് ഒന്ന് നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രാന്തൻ അവൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളി കമ്പി എടുത്തിട്ട് അവൻ ഒരു കുത്തുവെച്ച് കൊടുത്തപ്പോൾ ഞങ്ങളുടെ അവിടെ നായ്ക്കള് ഓലിടുന്ന കരയുന്ന പറഞ്ഞ കരയാൻ തുടങ്ങിയപ്പോൾ ഈ പ്രാന്തൻ അപ്പുറത്ത് ഇരുന്നിട്ട് അവന് അലറാൻ തുടങ്ങി. 14 പേർക്ക് കുത്തു കൊടുത്ത് ഒരു പ്രാന്തൻ അകത്തിരിപ്പുണ്ട്. ആവശ്യമില്ലാത്ത നോട്ടം നോക്കാൻ പോയപ്പോൾ പ്രാന്തന്റെ 14 പേരെ കുത്തിയ പ്രാന്തൻ അവിടെ ഉണ്ട്. പല പ്രാവശ്യം ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അവരവരുടെ കാര്യമല്ലാതെ വേറെ ആൾക്കാരുടെ കാര്യം വരുമ്പോൾ അത് നോക്കാൻ തുടങ്ങും. അത് കണ്ണിൽ കുത്തും കിട്ടും. പാസ്റ്ററെ പ്രാർത്ഥിക്കണം, പാസ്റ്ററെ. പാവം പിടിച്ച പാസ്റ്റർമാരുടെ ഗതികേടല്ലേ. എന്തെല്ലാം വിഷയത്തിന് പ്രാർത്ഥിക്കണം. കണ്ണിൽ കുത്ത് കിട്ടിയാലും പ്രാർത്ഥിക്കണം, കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥിക്കണം. ആമേൻ. ഈ സംസാരിച്ച് ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞോട്ടെ പാസ്റ്ററെ, ഫ്രീഡത്തല്ല ചോദിക്കണം. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ കണ്ടുപിടിച്ചല്ല, ആറാണ്ട് കണ്ടുപിടിച്ച് എവിടാണ്ട് എഴുതിയത്. ആറാണ്ട് പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ആക്കാൻ പറയും, സത്യമാണ് തോന്നുന്നത്. ഈ ലേഡീസ് they talk somewhere around in a day 14,000 words. അങ്ങനെ സ്റ്റാറ്റിക് അതിന് അക്യൂറസി എത്ര കറക്റ്റ് അല്ല, 14 or 15,000 വേർഡ്സ് ആണ് ഒരു ദിവസം സംസാരിക്കുന്നത്. ആണെങ്കിൽ 7,000 വേർഡ്സേ സംസാരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ദിവസം ടോമി അവൻ്റെ സംസാരം എല്ലാം തീർന്നു. ടീച്ചറാ ഇങ്ങനെ സംസാരം തീർന്ന് വീട്ടിൽ തിരിച്ചു വന്നപ്പം സ്വന്തം ഭാര്യ ഈ സംസാരിക്കുക രാവിലെ തൊട്ട് ഇങ്ങനെ വീർപ്പുട്ടിയിരിക്കുക, ആരോട് സംസാരിക്കണ്ടേ. അപ്പോൾ ടോമി കയറി വന്നപ്പോൾ അങ്ങ് എക്സ്പാൻഡിങ് പിടിച്ച ടോമി ആകെ ടയർഡായി. എല്ലാ ദിവസവും ഇങ്ങനെ ബൊമ്പാടിയും കിട്ടി ടോമിയുടെ ജീവിതം അങ്ങ് വല്ലാതായി. ടോമി പിന്നെ പിറ്റേ ദിവസം ചെന്നിട്ട് അമ്മായിയപ്പനോട് പറഞ്ഞു, പപ്പാ ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ. എന്താ പ്രശ്നം? അവനെ ആകെ പ്രശ്നം ഇങ്ങനെ അങ്ങ് ഭയങ്കര ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആകെ എനിക്ക് ഹൃദയത്തിന് വേദന, എനിക്ക് തോന്നുന്നു ഡോക്ടറിൻ്റെ അടുത്തെല്ലാം കൊണ്ടുപോകണം, വേദനയുണ്ട്. അവനെ കുഴപ്പമില്ല, ഞാൻ വരാം, ഇതേ എല്ലാ വീട്ടിലുള്ള പ്രശ്നമാണ്, ഞാൻ അങ്ങോട്ട് വരാം. പിറ്റേ ദിവസം രാവിലെ അപ്പൻ വന്ന്, അപ്പം രാവിലത്തെ ദിവസമല്ലേ, ഇന്നലത്തെ രാത്രിയുടെ കോട്ട തീർന്നിട്ടില്ല, ഇന്ന് രാവിലത്തെ കോട്ട ബാലൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ തീർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളുടെ അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരു ക്വീൻ ഉണ്ടായിരുന്നു, റാണി ലക്ഷ്മിബായി പോലെ ഇങ്ങനെ ചട്ടക്കെല്ലാം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ആ സമയമാണ് അപ്പൻ വീട്ടിലോട്ട് കയറി വരണേ. അപ്പൻ കയറി വന്നപ്പോൾ ആ സമയം ദേഷ്യം മാറിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്ന നിപ്പ. അപ്പം അപ്പൻ മോളെ കണ്ടിട്ട് പറഞ്ഞു, മോളെ നീ കാണാൻ എത്ര സുന്ദരിയാ. അപ്പം ദേഷ്യം കുറച്ചൊന്ന് കുറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പൻ പറഞ്ഞു, നീ ഒന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ആ കുറച്ചുകൂടെ നീ 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 കുറച്ചുകൂടെ ഒന്ന് മുഖം ഇങ്ങോട്ടാക്കിയ. അപ്പോൾ പിന്നെ ഭയങ്കര ഒബീഡിയൻ്റ് ആണ്, പിന്നെ ഭയങ്കര ഒബീഡിയൻ. നീ ആ ചുണ്ട് ഇങ്ങനെ ഒന്ന് പൂട്ടിയേ. അപ്പോൾ ചുണ്ട് ഇപ്പോഴാണ് നിന്നെ കണ്ട പ്രിൻസസ് ഡയാന പോലെ തോന്നും. ആ ദിവസം പൂട്ടിയതാണ്, ഇതുവരെ തുറന്നിട്ടില്ല. കാരണം പ്രിൻസസ് ഡയാന പോലെ അപ്പൻ പറഞ്ഞു കൊടുത്തു. പല പ്രാവശ്യം ഇതൊരു ടെക്നിക്കാണ്, പക്ഷേ ഇത് പരസ്യമായി പോയി വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ ഇത് പ്രയോജനമാണ്. ആമേൻ. അനോയിന്റഡ് അനാവശ്യ കാര്യത്തിൽ ഇടപെടില്ല. That is the beauty of anointing. ആമേൻ. ജീവിതത്തിലെ കുടുംബത്തിലെ അഭിഷേകം നിലനിർത്തുന്നു.
ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പോണ്ട. ആമേൻ. That is the beauty of anointing, my friend. ആ വാക്കൊന്ന് വീണ്ടും വായിച്ചേ, ഞാൻ നിർത്താം. അതാ 7-ാം വാക്യം വായിച്ചു. ഒരു കാര്യം പറയാനാ. നോക്കട്ടെ, ആ വാക്കൊന്ന് വീണ്ടും വായിക്ക്. പ്ലീസ്. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോവയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും. ആരുടെ? ജെസിബേലിനോട്. കാരണം ഈ ജെസിബേലിന്റെ പണി പറഞ്ഞ ദേവദാസന്മാരുടെ അഗെയിൻസ്റ്റ് നിൽക്കലാണ് പണി. ഈ ജെസിബേലിന്റെ പണി പറഞ്ഞ ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് തൊട്ട് തുടങ്ങിയതാണ്. ദേവദാസന്മാരുടെ അഗെയിൻസ്റ്റ് എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ നോക്കുമോ അത് ദ്രോഹിക്കുന്ന ഒരു ശക്തിയാണ് ജെസിബേലിന്റെ ശക്തി. പല സഭകളെ തകർത്തിട്ടുണ്ട്. ഇന്നും പല സഭകളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ഈ ജെസിബേലിന്റെ ശക്തി. ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തില് ജെസിബേലിന്റെ ശക്തികളെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ശക്തിയുടെ പ്രത്യേകത വെരി സിമ്പിൾ. അവർ ദേവദാസന്റെ അഗെയിൻസ്റ്റ് സംസാരിക്കും. അവർ ദൈവമക്കളുടെ അഗെയിൻസ്റ്റ് സംസാരിക്കും. ദൈവത്തിന് അഭിഷേകം പ്രാപിച്ച ആൾക്കാരുടെ അഗെയിൻസ്റ്റ് നിൽക്കും. അതാണ് ജെസിബേലിന്റെ സ്പിരിറ്റ്. ഈ പകൽ സമയം സഭ ഒരു കെട്ടായി നിന്ന് ഈ ജെസിബേൽ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ അതിനെ മാറ്റണം. ഹല്ലേലൂയ. That is the spirit of Jezebel. ജെസിബേലിന്റെ മുമ്പാകെ നിങ്ങൾ വേദപുസ്തകം ഊതാൻ പോയി ഒന്നും നടക്കൂല. You need to bind that spirit. Amen. That is the power of anointing. അനോയിന്റിങ്ങിന്റെ ശക്തി അവിടെ തെളിയിക്കണം. വീണ്ടും വന്ന് വായിച്ചേ. അതൊക്കെ ഈ ജെസിബേൽ തെറ്റ് ചെയ്ത അടി കിട്ടുന്നത് ആഹാബിനുമാണ്. പറഞ്ഞ ഒരു വചനമാണ്. വചനത്തില് ഇറ്റ്സ് ലൈക്ക് ഒരു ഫാമിലി കൗൺസിലിംഗ് ഉൾപ്പെടെ വചനത്തിലാണ്. വചനത്തിലെല്ലാം ഇൻക്ലൂഡിങ്. എൻ്റെ സമയത്തിൽ നിർത്തും പാസ്റ്റർ, ഡോണ്ട് വറി. God's word has everything included. This is something like family counseling. ആഹാബിന്റെ തെറ്റ് സംഭവിച്ചത് ജെസിബേലിനെ നിർത്തേണ്ട രീതിയിൽ നിർത്തിയില്ല. In other words, ആഹാബ്, നീയാണ് നിന്റെ കുടുംബത്തിന്റെ നാഥൻ. You are the head of your family. നീ നിന്റെ കുടുംബത്തിന്റെ ആ റെസ്പോൺസിബിലിറ്റി നീ നോക്കേണ്ട പോലെ നോക്കാത്തോണ്ട് ജെസിബേൽ കാണിക്കുന്ന തെറ്റിനും നിന്നിക്ക് ആ ശിക്ഷ കിട്ടാൻ പോകുന്ന. ആമേൻ. I tell you, man, charge up. Take up the responsibility of your family. ഇത് പറയുമ്പോൾ മിക്കവാറും നമ്മുടെ നാട്ടിലെ ഉള്ള ആൾക്കാർക്ക് തോന്നും, എന്നാ ഞാനിപ്പം രാജാവാ. നോ. Book of Ephesians chapter 5 verse 25 ഒന്ന് വായിച്ചേ. എഫീഷ്യന്റെ പുസ്തകം 5-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. You take the responsibility. പറയുമ്പോൾ ഭാര്യമാരോടൊപ്പം യുദ്ധം ചെയ്യാനല്ല. You need to love your wife. You need to love your wife. പല കുടുംബത്തിലെ പ്രശ്നം കാരണം husband won't love his wife. 28-ാം വാക്യം. ഭാര്യയെ സ്നേഹിക്കണം തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ. പറഞ്ഞ വേണ്ടിയ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, വേണ്ടിയ കാര്യങ്ങളെല്ലാം നോക്കണം. That is one of the responsibility of the head of the family. I mean, പല സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്താ, രാവിലെ ഞാൻ മമ്മി ആയിരുന്നെങ്കിൽ ബെഡ് കോഫി തരാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു, മൈ വൈഫ് ഡസൻറ്റ് ഗിവ് മീ ബെഡ് കോഫി. മമ്മി അല്ല ഭാര്യ.
മമ്മി ബെഡ് കോഫി തന്നു. ആ മമ്മി നല്ലത് ഞാൻ ഒന്നും പറയുന്നില്ല. മമ്മി ബെഡ് കോഫി തന്നു. ഭാര്യ ബെഡ് കോഫി തരുന്ന അല്ല. രാവിലെ നീ അതിനു മുമ്പാകെ എണ്ണിച്ച് മുട്ടുമടക്കി, ലൈക്ക് ജോബ് യു നീഡ് ടു ഇന്റർസീഡ് ഫോർ യുവർ ഫാമിലി. ഭാര്യ എണ്ണിക്കുന്ന മുമ്പേ നീ പോയി മുട്ടുമടക്കണം. ദൈവസന്നിധിയിൽ പോയി നീ മുട്ടുമടക്കി കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. You prepare bed coffee and give it to her. Amen. ഭാര്യ ബെഡ് കോഫി തന്നില്ല പറഞ്ഞുകൊണ്ട് ഡൈവോഴ്സ് കേസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന കേരള മണ്ണാണ്. But being the head of the family, you need to intercede for your family members early morning, my friend. Hallelujah. അപ്പൊ എല്ലാവരും ചോദിക്കും, എല്ലാം ഭർത്താക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ, ഭാര്യമാർക്കില്ല. ഭാര്യമാരോട് ആരെങ്കിലും പറയാൻ ഒക്കുവോ? ഞാൻ പറയൂല. കാരണം ഭക്ഷണം വേണം. ഭക്ഷണം വേണം. ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്ക. എനിക്ക് വീട്ടിൽ പോകണം. ഭക്ഷണ സമയത്തിന് കിട്ടണം. അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും തൊടാൻ നിൽക്കില്ല. ഭർത്താക്കന്മാരെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകാം. ഇത്രയേ ഉള്ളൂ. വേറൊന്നും അവരെ ഒന്നും തൊടാൻ പറ്റില്ല. തൊട്ട വിവരം അറിയും. വേറൊന്നുമല്ല. ആരും പറയാറില്ല. പണ്ട് വിവരമുള്ള ആരും പറയാറില്ല. ഏറ്റവും വിവരമുള്ള ഗെയിമാണ് ഏതറിയാവോ? ചെസ്. വിവരമുള്ള ആൾക്കാർ കളിക്കുന്ന ഗെയിമാണ് ചെസ്. ആ ചെസ്സിലുള്ള ഒരു രീതി കണ്ടിട്ടുണ്ടോ? ആ സോൾജിയർ ചെസ് കളിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കളിക്കാറുണ്ട്. സോൾജിയർ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് സ്ട്രെയിറ്റ്. പിന്നെ എലിഫൻ്റ് ആണ്, അതിങ്ങനെ സ്ട്രെയിറ്റ്, ഇങ്ങനെ സ്ട്രെയിറ്റേ പോവുള്ളൂ. പിന്നെ ഹോർസ് എൽ ഷേപ്പിൽ. പിന്നെ ഉണ്ട് ക്യാമൽ ഡയഗണൽ പോവും. പിന്നെ മറ്റേ രാജാവുണ്ട്, അത് എല്ലാ ഭാഗത്തിലും ഓരോരോ സ്റ്റെപ്പ് പോവുള്ളൂ. പക്ഷേ ഒരു ആളവിടെ ഉണ്ട്, അത് എവിടെ വേണമെങ്കിൽ പോകും. അതിൻ്റെ പേരാണ് ക്വീൻ. ക്വീൻ എവിടെ വേണമെങ്കിലും പോകും. മനസ്സിലാ? ആർക്കും അതിനെ പിടിച്ച വിവരമുള്ള ആൾക്കാർക്കേ പണ്ടേ മനസ്സിലായതാ. നിങ്ങളെല്ലാവരും തൊട്ടു, പക്ഷേ ക്വീനെ നീ തൊടല്ലേ. അതിനെ എവിടെ വേണമെങ്കിലും വിട്ടേരെ. ക്വീനെ തൊട്ട വിവരം അറിയും. പണ്ട് വിവരമുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ച ചെസ്സാണ്. ആ ചെസ്സിനുള്ള ആൾക്കാരുടെ ബുദ്ധി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇവരൊന്നും തൊടാൻ പാടില്ല. സ്ത്രീജനത്തിനെ, പുരുഷന്മാരെ നിങ്ങൾ തൊടേ വേണ്ട. എവിടെ വേണമെങ്കിൽ ഇങ്ങനെ പോക്കോ. പക്ഷേ ബൈബിൾ പറയുന്നുണ്ട്, ആ എഫെസ്യരുടെ പുസ്തകം 5-ാം അധ്യായം അതിനകത്ത് പറയുന്ന ഒരു വാക്കാണ്. ഒന്നും വേണ്ട, 5-ാം അധ്യായത്തിന് ആ 28-9 ഒന്ന് അവസാനം ഒന്ന് വായിച്ച് ഞാൻ നിർത്താം. ആ ആ ആ ആ ആ ആ ആ ആ ആ നോക്കാം. 33-ാം അധ്യായം 33-ാം വാക്യം. വേഗം. ആ ആ ആ അതൊക്കെ എത്ര നല്ല രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അറിയാം. നല്ല രീതിയിലാണ്. എല്ലാവരും നിങ്ങൾ സ്നേഹിക്കണം, ഭാര്യനെ സ്നേഹിക്കണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല സോപ്പിട്ടൽ കഴിഞ്ഞിട്ടാണ് മറ്റേ കാര്യം പറയാൻ പോകുന്നത്. വായിച്ചോ. എല്ലാം പറയുന്നത് പോലെ ഇങ്ങനെ മയത്തിൽ പറഞ്ഞിട്ടാണ് മറ്റത് പറഞ്ഞത്. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെട്ടു. ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഭാര്യമാർ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യണം. പല സ്ഥലത്തിലെ ഡൈവോഴ്സ് പ്രോബ്ലം ഉണ്ടാകുന്ന കാരണം പറഞ്ഞാൽ ചില ഭാര്യമാർ പറയാനുള്ള എൻ്റെ ഭർത്താവ് പോട്ടനൊന്നുമല്ല. അവൻ ചിലപ്പോൾ 10ാം ക്ലാസ് ആയിരിക്കും, പക്ഷേ അവൻ ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ഹെഡ് ഇൻ യുവർ ഫാമിലി. ആമേൻ. അവനെ പൊട്ടൻ വിളിക്കല്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ പുള്ളിയുടെ കാറ്റ് ഭയങ്കര ഡിഗ്രിയോ എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ ഈ 10ാം ക്ലാസ് ആയിരിക്കും, സൗന്ദര്യം അധികം കാണുമില്ലായിരിക്കും, പക്ഷേ ഹീ ഈസ് ദ ഹെഡ് ഓഫ് യുവർ ഫാമിലി. ആമേൻ. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരു പ്രാവശ്യം ഒരു വാക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്താം. കുറേ ആയി ഞാനിങ്ങനെ പറയാൻ സമയം മുന്നോട്ട് പോകും. പക്ഷേ ഞാൻ മിക്കവാറും സമയത്തിൽ നിർത്തലാണ് പരിപാടി. ഒരു 2-3 മിനിറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു വാക്ക് ഒന്ന് പറഞ്ഞിട്ട്, ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്താം. ഒരു പ്രാവശ്യം ഒരു 60 years of successful marriage, 60 years of successful marriage, ഒരു പ്രായമുള്ള അച്ഛനും അമ്മയും അവരുടെ 60 years സക്സസ്ഫുൾ മാരേജിൻ്റെ 60 years ആണ് സെലിബ്രേഷൻ. അപ്പം ആ ഇൻ്റർവ്യൂ എടുക്കുക. ഇൻ്റർവ്യൂവർ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ സക്സസ് എങ്ങനെയാണ്? അപ്പം ആ ഭർത്താവ് പറഞ്ഞു, ചെറിയ ഡിസിഷൻസ് എല്ലാം അവളെടുക്കും, ചെറിയ ഡിസിഷൻസ് എല്ലാം അവളെടുക്കും, വലിയ ഡിസിഷൻസ് ഞാൻ എടുക്കും.
വലിയ തീരുമാനങ്ങൾ ഞാനെടുക്കും, ചെറിയ തീരുമാനങ്ങൾ അവളെടുക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എത്ര മണിക്ക് എണീക്കണം, അത് അവൾ തീരുമാനിക്കും. നിങ്ങൾ ഓഫീസിൽ എന്തോ ഭക്ഷണം കൊണ്ടുവരണം, അത് അവൾ തീരുമാനിക്കും. മക്കളെ സ്കൂളിൽ എങ്ങനെ പെർഫോം ചെയ്യണം, അതെല്ലാം അവൾ തീരുമാനിക്കും. നിങ്ങൾ ഇടുന്ന വസ്ത്രം, അത് അവൾ തീരുമാനിക്കും. പിന്നെ നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാനെ ബോംബ് ഇടണോ വേണ്ടയോ ഞാൻ തീരുമാനിക്കും. വലിയ ഡിസിഷൻസ് ഞാൻ എടുക്കും, ചെറിയ ഡിസിഷൻസ് ഭാര്യ എടുക്കും. ആവശ്യമില്ലാത്ത ചില വലിയ ഡിസിഷൻസ് ഭർത്താവ് എടുക്കുന്നത്. അങ്ങനെ ഭർത്താവല്ല. ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിന് ചില ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് ആ തലയെടുക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ആമേൻ. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് സക്സസ്ഫുൾ മാരേജ്. ആമേൻ. ചിലപ്പോൾ വിവരം കാണില്ലായിരിക്കും, ചിലപ്പോൾ പറയുന്നത് തെറ്റായിരിക്കും, പക്ഷേ ഹീ ഈസ് ദ ഹെഡ്. ആമേൻ. ഇവിടെ നമ്മൾ സംസാരിച്ചത് വിഷയം അനോയിൻറ്റിങ്, അഭിഷേകം. അഭിഷേകം ദൈവം തരുന്ന ഈ അഭിഷേകം കാത്തു സൂക്ഷിക്കണം. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈ പകൽ സമയം അഭിഷേകത്തിന് മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിക്കാം. ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്താം. ഈ സമയം ജീവിതത്തിലെ കുടുംബത്തിൻ്റെ ചില പ്രശ്നങ്ങൾ, ഒരുമിച്ച് ജീവിക്കുന്നു പക്ഷേ കുടുംബത്തിൽ രണ്ട് സെപ്പറേറ്റായി മനസ്സോട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്നും പൊക്കണ്ട. നിങ്ങളിരിക്കുന്ന സ്ഥലത്തിൽ നിങ്ങളുടെ വാ തുറന്ന്, ദൈവമേ എൻ്റെ കുടുംബത്തെ ദൈവമേ നീ ഒന്ന് തൊടണം, ദൈവമേ എൻ്റെ മക്കളെ നീ ഒന്ന് സ്പർശിക്കണം, ദൈവമേ എൻ്റെ സഭയെ ദൈവമേ നീ ഒന്ന് സ്പർശിക്കണം, ദൈവമേ ഞങ്ങളുടെ ബന്ധത്തെ നീ ഒന്ന് സ്പർശിക്കണം, ദൈവമേ നിൻ്റെ അഭിഷേകത്തിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി ദൈവമേ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സഹായിപ്പിക്കണേ. രോഗത്തിൽ, ഫിസിക്കൽ എയിൽമെൻറ്റ്, ജീവിതത്തിൽ പലതും വരുന്നത് ബന്ധങ്ങൾ ശരിയല്ല കാരണത്താലാണ്. ഈ സമയം പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ഫിസിക്കൽ പ്രശ്നങ്ങൾ പോലും ദൈവമേ ഈ സമയം അങ്ങയുടെ കരത്തിൽ മാറ്റിത്തരണം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ അങ്ങയുടെ വചനം ദൈവമേ പങ്കിട്ടല്ലോ, അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടട്ടെ. ദൈവമേ രോഗികളായിരിക്കുന്ന, മാനസിക ബുദ്ധിമുട്ടിലിരിക്കുന്ന, ദൈവമേ കുടുംബ പ്രശ്നത്തിൽ, ആരും അറിയാത്ത പല പ്രശ്നത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യേശുപ്പാ അവർ പിരിയാനല്ല, അവർ ദൈവമേ യോജിപ്പിക്കണം പിതാവേ. ദൈവമേ ജീവിതത്തിൽ ദൈവമേ സമാധാനമില്ലാതെ ദൈവമേ രാത്രി കഴിച്ചു കൂട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഈ പകൽ സമയം സമാധാനം പകർന്നു കൊടുക്കണം. രോഗികളിലെ സൗഖ്യം കൊടുത്തു, എന്നാൽ സ്തോത്രം. ദൈവമേ ജെസിബേലിൻ്റെ ആത്മാവിനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. പിതാവേ ഈ സഭയെ ദൈവം അനുഗ്രഹിക്കണം, ദൈവദാസനെ അനുഗ്രഹിക്കണം, സഭയെ എക്സ്പാൻഡ് ചെയ്യണം, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഗോഡ്. പല സ്ഥലത്തിൽ പല പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അങ്ങ് സഹായിപ്പിക്കണേ. അതിനുവേണ്ടിയുള്ള ഫൈനാൻസസ് കൊടുക്കണം. യേശു നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട